നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? ഗുഡ് മോർണിംഗ്. ഞാൻ പഠിക്കാം. എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയണ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ടൊന്ന് പറഞ്ഞു. എടാ സീരിയസ് ആയിട്ടൊരു കാര്യം, എടാ ഈ സീനിലല്ലടാ. നമുക്കറിയാം, എപ്പോഴും ഒരു മൂവി റിലീസ് ആവുമ്പോൾ, ഒരു അടിപൊളി മൂവിയൊക്കെ റിലീസ് ആവുന്നതിന് മുൻപ് അവരെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ കൊച്ചിയിലെ ലുലു മോൾ. ആൻഡ് ഇന്നും ആ പതിവ് ഇവിടെ തെറ്റുന്നില്ല. We have the entire cast and crew of നടികൾ കമ്മിങ്. എൻറ്റയർ എല്ലാവരും ഇല്ല, പക്ഷെ കുറെ പേരൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ ആരൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയോ? ആരാ ആരാ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളോടൊപ്പം ഇത് ആഘോഷിക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ തുടങ്ങുമെന്നൊരു സംശയമില്ല, പക്ഷെ I'm going the other way down. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് തുടങ്ങിയത്. സോ ഐ തിങ്ക് I'll start with Divya. Divya, can you please join us? ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ let's invite the very gorgeous Divya Pillai. Hi Divya, how are you doing? Yes, എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളുടെ അടുത്ത് പറയാനുള്ള നടികർ വിശേഷം എന്തൊക്കെയാണ്? ഇവരെല്ലാവരാണ്. ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പാഷനേറ്റ് മൂവി. എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് having to share a movie with Mama. It's like amazing for me. So thank you to Alan and Anup and everyone and Jean. Thank you so much for this. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായില്ലേ ടൂവിനെ കണ്ടപ്പോൾ? അപ്പോൾ അതാണ് സന്തോഷം. സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോ എന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ഇത് പറഞ്ഞപ്പോ, ടോവിന്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഐ ഫെൽ ഷി വാസ് ബ്ലഷിംഗ്. അല്ലേ? സോ ആൻഡ് ഹൗ ഇസ് ദിസ് എക്സ്പീരിയൻസ് ഇവിടെ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്ന ലുലു മോളിൽ വന്ന് നിന്ന് ഹിയർ ഫോർ യുവർ മൂവി, ഫോർ യുവർ അപ്കമിംഗ് മൂവി? എല്ലാ ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം അവയാണ്. ഐ എം എ മോൾ ഗേൾ. സോ അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും ഞാൻ ഒന്നുകിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഞാൻ ഇവരെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് വേറെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. വെരി ഹാപ്പി. Yes, so thanks a lot for joining us. ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം for Divya Pillai. We're very happy that you joined us this day. I'll get you back. Okay. Yes, and അടുത്ത ആളിലേക്ക് കടക്കുകയാണ്. Pretty sure that നിങ്ങളെല്ലാവരും ഒരു വലിയ കയ്യടിയോട് വഴിയായിരിക്കും അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് അദ്ദേഹം സ്ക്രീനിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഖാൻ, ഷുക്കൂർ ഖാൻ. Yes, so ladies and gentlemen, നമ്മുടെ സ്വന്തം ചന്തുവിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes, ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ആർ വോണ്ടഡ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷം. അതില് എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീഞ്ചൻ എന്നെ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ അടിക്കണ നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി
തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എവിടെ അനുവേട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയാണ്. അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്, പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. എല്ലാവരും ലാലങ്ങളിലേക്ക് ഒരു മൂവിയുടെ പാട്ടാവാൻ പറ്റിയതിൽ ഇത് നടികരുടെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കഥയോ വഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശി പടമ, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശി പടമാണ്, അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോൾ മഞ്ഞുമല്ല കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. അങ്ങനെയൊന്നുമില്ല ഇല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു. ഞാനൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കാൻ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ജീൻചേട്ടൻ്റെ മൂവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ കയറി വരുന്ന ഒരു മുഖമുണ്ട്. സോ അദ്ദേഹത്തെ നമുക്ക് അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബാലു, ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരുണ്ടാവില്ലേ, അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, അടിപൊളി. എനിക്കറിയായിരുന്നു എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മോളിന് പരിപാടി വെച്ച് ഞാൻ കലക്കുമെന്ന്. കാര്യം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എൻ്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് ഒരു പരിപാടി നടത്താൻ പറ്റി. ജീജൻ്റെ പടം നമ്മളെല്ലാവരും കൂടി ചെയ്തൊരു നമ്മളൊരു കലക്കൻ സിനിമ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്നെടുക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. കൂടുതൽ തള്ളിമറിക്കുന്നൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങൾ ബാലുവിനെ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നടികർകളെ? എന്നെ കാണാൻ മാത്രമല്ല, ഈ ശരിക്കും ഈ പടം ഇപ്പോൾ ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ളൊരു പരിപാടിയാണ്. പക്ഷേ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറേ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് നടിക്കുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. താങ്ക് യു മാൻ. ഞങ്ങൾ മൈക്കും കൊണ്ടുപോകാൻ. യെസ്, അപ്പോൾ ഒരു കലക്കൻ സിനിമയാണ്, കലക്കൻ കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ എഴുതിയ ആളെ നമുക്കൊന്ന് കാണണ്ടേ? നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൈറ്ററിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുവിൻചേട്ടനെ ഒരുപാട് സ്നേഹത്തോടുകൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വൺ മാൻ ബിഹൈൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് എന്താണ് ഇൻസ്പിറേഷൻ? ഞങ്ങളെല്ലാവരും പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുന്ന ഒരു കളർ പടമാണ്. പക്ഷെ ബാലു പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഉള്ളിൽ. ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടിപൊളി. ഞാൻ കുറെ സംസാരിക്കുന്നു പറഞ്ഞ് വന്ന ആളാണ്. ഞാൻ ചോദിച്ചിരുന്നു സുനിയുടെ സംസാരിക്കില്ലോ, ഞാൻ സംസാരിക്കും, സൂപ്പറായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞ് വന്നായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത്, ഹൗ ഡു യു ഫീൽ ലൈക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിനക്കിതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ? ലുലു മോളിലേക്ക് വരുന്നൊരു സ്ഥലമാണോ? അത് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയുള്ള സ്ഥലമാണ്. എപ്പോഴും വരാറുണ്ട്. അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മളതിനിട്ട് എഫേർട്ടിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രമും ജോർദാനും രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ആർഷയുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആർഷയെന്നാണ്, എൻ്റെ വൈഫാണ്. ഇതൊരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പം ആർഷ ഓക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, എനിക്ക് ഏറ്റവും കടപ്പാട് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ്. എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ്. അപ്പോൾ ജീൻ്റെ ക്ലബ്ബാണ്. ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി സിനിമ സംഭവിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു സമർ.
എല്ലാവരും ടീമിൽ കളിച്ച എല്ലാവരും നമ്മുടെ എഡിറ്റർ ടീമിൽ കളിക്കുന്ന രതീഷ്, അനൂപ് പ്രൊഡ്യൂസർ പോലെ ക്യാപ്റ്റനായിരുന്നു, ജീൻ അതുപോലത്തെ ക്യാപ്റ്റൻ, അപ്പോൾ ചന്തുവിൻ്റെ ടീമിലോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കണം. തീർച്ചയായിട്ടും. ആൻഡ് ഭാര്യയാണ് ഈ ഒരു കഥയ്ക്കുള്ളൊരു ആ ഒരു ക്യൂ തന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, അത് ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്ന മുഖം തന്നെയാണോ അത്? അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മൾ എഴുതുമ്പോൾ എനിക്ക് മുഖമൊന്നും മനസ്സിലില്ലായിരുന്നു, പക്ഷെ അത് എഴുതി കഴിഞ്ഞ് ഞാൻ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോവിനോണ്. ബിക്കോസ് നമ്മൾ ഞാൻ പൊക്കി പറഞ്ഞതല്ല, ഹോളിവുഡിൽ നമ്മൾ ടോം ക്രൂസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ബേസിക്കലി മലയാളത്തിൽ ചെറുതായിട്ട് ഞാൻ വന്നു. ഞാനിടയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് വിളിക്കാൻ അറിയാതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ ഏറ്റവും സ്യൂട്ടാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിലും സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ അല്ലേ? യെസ്. സോ എനിവേ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരു നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്.